ഏതായാലും വിപണി ഇപ്പോഴും ചുവപ്പിൽ തന്നെയാണ് തുടരുന്നത്. 0.63% ഇടിവിൽ 21,017.15 എന്നൊരു റേഞ്ചിലേക്ക് വിപണിക്ക് എത്താൻ സാധിച്ചിട്ടുണ്ട്. വീണ്ടും ആ 21,000 എന്നൊരു മാർക്ക് മറികടക്കാനായിട്ട് നിഫ്റ്റിക്ക് സാധിച്ചു എന്നതുള്ള ഇടിവിന്റെ ഒരു തോത് നേരിയ തോതിലെങ്കിലും കുറയുന്നു എന്നൊരു സൂചനയാണ് ഇപ്പോൾ ഈ ഒരു ആദ്യ മിനിറ്റുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും കനത്ത ഒരു സെല്ലിംഗ് പ്രഷർ ആണോ ഇന്നത്തെ വിപണിയിൽ ഉണ്ടാവുക എന്നുള്ളതും പ്രത്യേകിച്ചും ഉച്ചയ്ക്ക് ശേഷമൊക്കെയുള്ള സെഷൻ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു 2 മണിക്കൂറിനുള്ളിൽ അത്ര ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോമാറ്റ് തന്നെ ആയിരിക്കുമോ ഇന്ന് തുടരുന്നത്? എന്താണ് ഇന്ന് വിപണിയിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ? ഇതൊക്കെ സംസാരിക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മളോടൊപ്പം ഇൻഹൗസ് എക്സ്പേർട്ട് ആയിട്ടുള്ള ശ്രീ പ്രദീപ് ചന്ദ്രശേഖരൻ സാർ ചേരുകയാണ്. സർ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ദി ഷോ. മോർണിംഗ് വ്യൂവേഴ്സ്. സർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ശക്തമായിട്ടൊരു പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഇന്നും ഇപ്പോൾ നമുക്ക് വിപണിയിൽ കാണാൻ സാധിക്കുന്നത്. നിലവിൽ 21,017.15 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വ്യാപാരത്തിന് ആദ്യ മിനിറ്റുകൾ ഒരു ഇൻട്രാഡേ ലോയിലേക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ 21,000 എന്നൊരു മാർക്ക് കൂടി കൈവിട്ട് 20,976.86 എന്നൊരു റേഞ്ച് വരെ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും വീണ്ടും നേരിയ തോതിലേക്കും വീണ്ടും ആ 21,000 എന്ന മാർക്ക് മറികടക്കാൻ ഇപ്പോൾ വീണ്ടും നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു വിപണിയിൽ പ്രധാനമായിട്ടും ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ്? ഏതൊക്കെ ലെവലുകളാണ് നിഫ്റ്റിയിൽ വാച്ച് ചെയ്യേണ്ടത്? സോ മാർക്കറ്റിന്റെ ഒരു ഓവറോൾ ട്രെൻഡ് നോക്കുമ്പോഴേക്കും ഇപ്പോഴും പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ട് തന്നെ ഇരിക്കുന്നു. സോ അറ്റ് ദിസ് പോയിന്റ് നമ്മൾ എടുത്തേറി നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. മാർക്കറ്റ് ട്രേഡിംഗ് അവസാനിക്കുന്ന ഒരു 15-20 മിനിറ്റ്സ് ആകുമ്പോഴേക്കും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് നിഫ്റ്റി 50ക്ക് 21,200 പോയിന്റിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിഫ്റ്റി 50ക്ക് ഇന്ന് 21,200 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദെൻ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൂചന ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് അവസാനിച്ചു എന്നാണ്. നേരെ മറിച്ച് നിഫ്റ്റി 50 ഇന്നും അല്പം വീക്കായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മെയിൻ സപ്പോർട്ട് ഏരിയ 20,700 പോയിന്റ് ആയിരിക്കും. സോ ലെറ്റ് us just വെയിറ്റ് ആൻഡ് വാച്ച്. ഇപ്പൊ കാര്യമായിട്ട് നമുക്ക് ഒരു ട്രേഡ് ഒന്നും തന്നെ ചെയ്യാനില്ല. ലെറ്റ് us just വെയിറ്റ് ആൻഡ് വാച്ച്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിലും ആ ഒരു ഇടിവിന്റെ തോത് കൂടുന്നതായിട്ടാണ് കാണുന്നത്. 464 പോയിന്റിന്റെ ഒരു ഇടിവിലേക്ക് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ 46,945 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്കും കൂടി ബാങ്ക് നിഫ്റ്റി എത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇന്നത്തെ ഒരു വിപണിയിൽ ബാങ്ക് നിഫ്റ്റിയിൽ HDFC ബാങ്കിനൊഴിച്ച് മറ്റ് എല്ലാ ഓഹരികളും ഓൾമോസ്റ്റ് 1% അധികമായിട്ടാണ് നഷ്ടം രേഖപ്പെടുത്തുന്നത്. HDFC ബാങ്കിനെ സംബന്ധിച്ച് ഒരു ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു ലെവലുകൾ ഏതൊക്കെയാണ്? ഒപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു ഇതിലൊരു ബാങ്ക് നിഫ്റ്റിയിൽ ഏതെങ്കിലും ഒരു ഓഹരിയിൽ ഒരു അവസരം നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ടോ? ഇല്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്കിലും നമുക്ക് ഇപ്പൊ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇപ്പൊ തന്നെ എടുത്ത് ചാടി ഒരു പൊസിഷൻ എടുക്കേണ്ട ഒരു കാര്യമില്ല. നിഫ്റ്റി 50യിലും നിഫ്റ്റി ബാങ്കിലും ഒക്കെ അതിന്റെ ഒരു ബോട്ടം വന്നു കഴിഞ്ഞു എന്ന നമുക്കൊരു സൂചന ലഭിച്ചതിന് ശേഷം മാത്രം പുതിയ ലോങ് പൊസിഷൻ എടുക്കാം. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 46,400 പോയിന്റ്. സർ, ഇന്ന് വിപണി പൊതുവെ ഇടിവിൽ തുടരുന്ന ഒരു അവസരത്തിൽ പോലും ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികയിലേക്ക് നേരുമ്പോൾ വളരെ പോസിറ്റീവ്, വളരെ നേരിയതാണെങ്കിൽ പോലും ഒരു പോസിറ്റീവ് നോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ തന്നെ എടുത്തു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഓയിൽ ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. നിലവിൽ ഓഹരി 1.98% ഒരു നേട്ടം കൈവരിച്ചുകൊണ്ട് 367.75 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു 52 ഹൈ ക്രിയേറ്റ് ചെയ്യാനും ഓയിലിന്റെ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഓഹരി എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? സോ ഓയിലിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. അല്ല പറഞ്ഞതുപോലെ ഇന്നലെയും അതുപോലെ തന്നെ അതിന് മുൻപ് മെനിഞ്ഞാന്നും നമ്മൾ ഈ സ്റ്റോക്കിൽ ഒത്തിരി നേട്ടം കണ്ടിരുന്നു. സ്റ്റോക്ക് ഇന്നലെ ഒരു ഓൾ ടൈം ഹൈ എത്തിയത് അറൌണ്ട് 405 രൂപയ്ക്ക് അടുത്തായിരുന്നു. മൈ അഡ്വൈസ് വുഡ് ബി മാർക്കറ്റിൽ ഇത്രത്തോളം വീക്ക്നെസ്സും പ്രോഫിറ്റ് ബുക്കിങ്ങും കാണുന്നതിനെ തുടർന്ന് ഇമ്മീഡിയറ്റ്ലി ട്രൈ ടു ബുക്ക് യുവർ പ്രോഫിറ്റ് ഇൻ ഓയിൽ ഇന്ത്യ. പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്.
ഒപ്പം തന്നെ പ്രദീപ് സാർ, ഇന്നിപ്പോൾ ധാരാളം പ്രേക്ഷകരുടെ ക്വരീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ കുറച്ച് പ്രേക്ഷകർ ചോദിച്ചിരുന്ന കുറച്ച് സ്റ്റോക്കുകളെ കുറിച്ച് ഞാനിപ്പോൾ ആഡ് ഓൺ ചെയ്ത് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ സൊമാറ്റോ ആയിരുന്നു കുറേ പ്രേക്ഷകർ അറിയാൻ ആഗ്രഹിച്ചിരുന്നത്. ഇന്നത്തെ സൊമാറ്റോയുടെ ഒരു പ്രകടനം വിലയിരുത്തുമ്പോൾ 2% ഒരു നഷ്ടത്തോടു കൂടിയിട്ട് 122 രൂപ എന്ന റേഞ്ചിലാണ് സൊമാറ്റോയുടെ ഓഹരികൾ ട്രേഡിംഗ് മുന്നോട്ട് പോകുന്നത്. സോ സൊമാറ്റോയെ സംബന്ധിച്ചുള്ള ഇനി മുന്നോട്ടേക്കുള്ള സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? സോ സൊമാറ്റോ 2 ദിവസം മുൻപ് ഒരു പുതിയ 52 വീക്കായി 131 രൂപ 75 പൈസ വരെ എത്തിയിരുന്നു. ആൻഡ് ഇന്നലത്തെ മാർക്കറ്റിൽ അത്രത്തോളം മാർക്കറ്റ് ഇടിഞ്ഞിട്ട് പോലും നമ്മൾ വലിയൊരു തോതിൽ സെല്ലിംഗ് സൊമാറ്റോയിൽ കാണാൻ സാധിച്ചില്ല. സൊമാറ്റോയ്ക്ക് 115 രൂപയിൽ നല്ല മികച്ച ഒരു സപ്പോർട്ട് ഉണ്ട്. സോ ഇഫ് യു ഹാവ് എ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, ബട്ട് 115ന്റെ സപ്പോർട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സാർ, അടുത്തതായിട്ട് സാറിനോട് FMCG മേഖലയിൽ നിന്നുള്ളൊരു കമ്പനിയിലേക്കാണ് സാറിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ബ്രിട്ടാനിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വളരെ ഫ്ലാറ്റ് നോട്ടിൽ 0.05% വളരെ നേരിയൊരു നേട്ടത്തിൽ 4957.45 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്രിട്ടാനിയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? ഒരു പൊസിഷൻ ഈ ഒരു ഓഹരിയിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഏത് ലെവലാണ് പ്രധാനമായിട്ട് വാച്ച് ചെയ്യേണ്ടത്? സോ ബ്രിട്ടാനിയയുടെ കേസിൽ ബ്രിട്ടാനിയ നവംബർ മാസത്തിലായിരുന്നു ബോട്ടമിങ് ഔട്ട് നടത്തുന്നത്. ആ ഒരു ബോട്ടം നമുക്ക് കാണാൻ സാധിച്ചത് 4400 രൂപയ്ക്ക് അടുത്തായിരുന്നു. അവിടെ നിന്ന് ഓൾമോസ്റ്റ് ഒരു 600-700 രൂപയുടെ നേട്ടം ഓൾറെഡി സ്റ്റോക്ക് നമുക്ക് നൽകി കഴിഞ്ഞു. സോ സ്റ്റോക്കിന് ഒരു മേജർ റെസിസ്റ്റൻസ് ഇപ്പോൾ ഫോം ചെയ്തിരിക്കുക 5040 രൂപയ്ക്ക് അടുത്താണ്. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ 5040 മുതൽ 5150 ആ ഒരു റേഞ്ചിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പുതിയൊരു ശക്തമായിട്ടൊരു മൊമെന്റം നമുക്ക് ലഭിക്കണമെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് 5150 ആ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഞാൻ മറ്റ് ടാറ്റ ഗ്രൂപ്പിലുള്ള 2 സ്റ്റോക്കുകളെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ടാറ്റ ഗ്രൂപ്പിലുള്ള ഓഹരികളെ സംബന്ധിച്ച് ഇപ്പോൾ ടാറ്റ പവർ, ടാറ്റ കെമിക്കൽസ് മുതലായ സ്റ്റോക്കുകളൊക്കെ തന്നെ വലിയൊരു റിട്ടേൺ തന്നെ കഴിഞ്ഞ കുറച്ച് വർഷത്തിനുള്ളിൽ നൽകിയിട്ടുണ്ട്. ടാറ്റ പവറിനെ സംബന്ധിച്ചിപ്പോൾ പവർ ഇൻഡസ്ട്രിയിലൊക്കെ ആണെങ്കിൽ തന്നെ വലിയ തോതിലൊരു ഡിമാൻഡിലൊരു ബൂം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു പവർ സെക്ടറിലൊക്കെ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കെമിക്കൽ സെക്ടറിലാണെന്നുണ്ടെങ്കിലും നമുക്ക് മുന്നോട്ടേക്ക് നോക്കുകയാണെങ്കിൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ടാറ്റ കെമിക്കൽസിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ 0.09% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തുന്നത്. ടാറ്റ പവർ ഇന്നിപ്പോൾ ഒരു 1.5% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. സോ ടാറ്റ ഗ്രൂപ്പിലുള്ള ഈ 2 ഓഹരികളിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ ടാറ്റ കെമിക്കൽസിന്റെ ഒരു ട്രെൻഡ് നോക്കുമ്പോഴേക്കും ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സോ ഇന്നലെ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ ഈ ഒരു സ്റ്റോക്ക് ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി ശ്രമിച്ചിരുന്നു. ബട്ട് ആ ബ്രേക്ക് ഔട്ടിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. സോ ടാറ്റ കെമിക്കലിന്റെ കേസിൽ 960 രൂപ ഒരു മേജർ സപ്പോർട്ട് ഏരിയ. ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ 960 രൂപയുടെ സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. അത് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കൊരു പുതിയ ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. ടാറ്റ പവറിന്റെ കേസ് ഇസ് ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ്. കാര്യം നവംബർ മാസത്തിൽ ഈ സ്റ്റോക്ക് ബോട്ടം ഔട്ട് ചെയ്തിരുന്നു. അതിനുശേഷം ഓൾമോസ്റ്റ് ഒരു 30-35% നേട്ടം നമുക്ക് കഴിഞ്ഞ 1.5 മാസത്തിനിടെ ഈ സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. യെസ്റ്റർഡേ നിഫ്റ്റി 50യുടെ കൂടെ തന്നെ ഈ ഒരു സ്റ്റോക്കിലും കനത്ത സെല്ലിംഗ്, കനത്ത പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്ക് കാണാൻ സാധിച്ചു. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 320-350 ഈ റേഞ്ചിൽ ലെറ്റ് us start try to book our profits. സാർ, അടുത്തതായിട്ട് സാറിന് മിഡ് ക്യാപ് സ്പേസിലുള്ള പെർസിസ്റ്റന്റ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ റിവ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ ഓഹരി 0.75% നേട്ടത്തോടു കൂടി 7051.65 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഡിസംബർ 15-നായിരുന്നു 52 വീക്ക് ഹൈ ആയിട്ടുള്ള 7400.25 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഓഹരിയുടെ ഒരു പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിലും ഇയർ ടു ഡേറ്റിൽ ഏകദേശം 82% നേട്ടം നൽകാൻ ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 79% നേട്ടവും നൽകിയിട്ടുണ്ട്. പെർസിസ്റ്റന്റുമായി ബന്ധപ്പെട്ടിട്ട് സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? സോ പെർസിസ്റ്റന്റ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഈ ഒരു സ്റ്റോക്കിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാല്യുവേഷൻ കണ്ടമാനം സ്ട്രെച്ച്ഡ് ആയി പോയിട്ടുണ്ട്.
ആൻഡ് ഈ സ്റ്റോക്കിലെ പ്രോഫിറ്റ് ടേക്കിംഗിനായിട്ട് സമയം വളരെ വളരെ അതിക്രമിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 6,900 മുതൽ 7,500 7,600 ഈ ഒരു റേഞ്ചിലെ പൊസിഷൻസ് ക്ലോസ് ചെയ്യുക അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുക. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. മറ്റൊരു ഓഹരി ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് റെയിൻ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചാണ്. റെയിൻ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു നേരിയ ഒരു നേട്ടം മാത്രമാണ് രേഖപ്പെടുത്തുന്നത്. 144 രൂപ റേഞ്ചിലാണ് ഈ ഒരു ഓഹരി ട്രേഡിംഗ് നടത്തുന്നത്. പക്ഷെ റെയിൻ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 1 ഇയർ ആയിട്ടും കാര്യമായിട്ടുള്ളൊരു പുരോഗതിയൊന്നും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 15% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ റെയിൻ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് നമുക്കിപ്പോൾ ഈ ഒരു ഓഹരി നമുക്ക് കൈവശമുള്ള നിക്ഷേപകരെ സംബന്ധിച്ച് എക്സിറ്റ് ചെയ്യേണ്ട സമയമാണോ? എക്സിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? റെയിൻ ഇൻഡസ്ട്രീസിന്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇറ്റ്സ് ഇൻ എ ബിഗ് ബെയറിഷ് ട്രെൻഡ്. ഈ ഒരു സ്റ്റോക്കിലെ ലോങ് പൊസിഷൻ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. നമ്മുടെ കൈവശം പൊസിഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ക്ലോസ് ചെയ്ത് കളയുക. സ്റ്റോക്കിലെ പുതിയ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും ഈ കോണ്ടെക്സ്റ്റിൽ കാണാൻ സാധിക്കുന്നില്ല. സർ, അടുത്തതായിട്ട് ഡിഫൻസ് മേഖലയിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം മിക്ക ഓഹരികളും വീണ്ടും ഒരു തുടക്കത്തിൽ എല്ലാ ഓഹരികളും ഇടിവിലുമായിരുന്നെങ്കിൽ പോലും ഒരു പച്ചയിലേക്ക് വീണ്ടും വന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിലാദ്യമായിട്ട് എടുത്തു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് മെസഗോൺ ഡോക്കും അതുപോലെ തന്നെ കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ്. മെസഗോൺ ഡോക്ക് നിലവിൽ 3.34% നേട്ടം നൽകുമ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡും ഏകദേശം സമാനമായിട്ട് 2.47% ഒരു നേട്ടം നൽകാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഈ അടുത്തിടയ്ക്ക് വീണ്ടും ഇരു കമ്പനികൾക്കും ഓർഡറുകൾ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഈ രണ്ട് ഓഹരികളെ പറ്റിയുള്ള സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ മെസഗോൺ ഡോക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ വി ഓൾസോ ഷുഡ് ടോക്ക് അബൌട്ട് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ്. ഈ രണ്ട് സ്റ്റോക്കും സെപ്റ്റംബർ മാസത്തിന് ശേഷം ഒരു കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് കഴിഞ്ഞ ആഴ്ച ഈ രണ്ട് സ്റ്റോക്കും നമുക്കൊരു പോസിറ്റീവ് ബ്രേക്ക്ഔട്ട് നൽകാനായിട്ട് നല്ലൊരു ശ്രമം നടത്തിയിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി രണ്ട് സ്റ്റോക്കും ആ ഒരു എഫേർട്ടിൽ പരാജയപ്പെട്ടു. മെസഗോൺ ഡോക്കിന്റെ കേസിൽ നമുക്ക് തിരിച്ചൊരു ശക്തമായിട്ടൊരു ബുള്ളിഷ്നെസ് വരണമെങ്കിൽ സ്റ്റോക്ക് 2,200 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. അത് ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ ബൈയിങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. സോ ടിൽ ദെൻ ലെറ്റ് us വെയിറ്റ് ആൻഡ് വാച്ച്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ദ സ്റ്റോറി ഇസ് ലിറ്റിൽ ബിറ്റ് ഡിഫറെന്റ്. കാര്യം കൊച്ചിൻ ഷിപ്പ്യാർഡ് മറ്റ് ഡിഫൻസ് സ്റ്റോക്കിലൊക്കെ കഴിഞ്ഞ 1.5 മാസത്തിനിടെ നേട്ടം കണ്ടപ്പോഴേക്കും ഈവൺ ഇൻ ദ കേസ് ഓഫ് കൊച്ചിൻ ഷിപ്പ്യാർഡ് നമ്മൾ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കണ്ടിരുന്നു. ആൻഡ് കഴിഞ്ഞ ദിവസം കൊച്ചിൻ ഷിപ്പ്യാർഡ് ഒരു പുതിയ ഓൾ ടൈം ഹൈ വരെ എത്തിയിരുന്നു. സ്റ്റോക്കിന്റെ കേസിൽ 1320 1400 ഈ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് ഉണ്ട്. ആൻഡ് ദ സ്റ്റോക്ക് ഇസ് ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു ടാർഗറ്റ് സോണിൽ നമുക്കൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സർ, ഡിഫൻസ് മേഖലയിൽ നിന്നുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യൂ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. 0.92% നേട്ടത്തോടുകൂടി 2,690.35 എന്നൊരു റേഞ്ചിലാണ് ഓഹരി ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഡിസംബർ 18 ഒരു 52 ഹൈ ആയിട്ടുള്ള 2,849.75 എന്നൊരു റേഞ്ചിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. HALുമായി ബന്ധപ്പെട്ട് സാറിന്റെ വ്യൂ എന്താണ്? So HALന്റെ ട്രെൻഡ് again is very much bullish. ആൻഡ് സ്റ്റോക്കിന്റെ കേസിൽ ഒരു വീക്ക്നെസ്സും അറ്റ് ദ മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് സ്റ്റോക്കിന്റെ വാല്യുവേഷൻ നോക്കുമ്പോഴേക്കും അഗെയിൻ നമ്മൾ നിഫ്റ്റി 50യുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ വാല്യുവേഷൻ അല്പം സ്ട്രെച്ച്ഡ് ആയിട്ടാണ് കാണുന്നത്. സോ അതിനെ തുടർന്ന് ഈ ഹൈ ലെവൽസിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യാൻ സാധിക്കത്തില്ല. നേരെ മറിച്ച് നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2,700 2,850 ഈ ഒരു റേഞ്ചിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുൻപ് അവസാനമായിട്ട് പ്രധാനമായിട്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരു ബെയറിഷ് ട്രെൻഡിൽ സജസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും ഓഹരികൾ ഉണ്ടോ എന്നുള്ളതാണ്. എന്തെങ്കിലും സ്റ്റോക്കുകൾ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്നതുണ്ടോ? പ്രിയ, നമുക്ക് സ്റ്റോക്ക് സ്പെസിഫിക്കലി പോകുന്നതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രേക്ഷകർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഇൻഡെക്സ് തന്നെ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുക.
ആൻഡ് നിഫ്റ്റി 50 ഇൻഡെക്സിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 21,200 പോയിന്റ്. ഒരു 3-3.15 മണി വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. ഒരു 3.15 മണിയാകുമ്പോഴേക്കും നിഫ്റ്റി 50ക്ക് 21,200 പോയിന്റ് മുകളിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ദെൻ നമുക്ക് ചില സ്റ്റോക്സിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. പർട്ടിക്കുലർലി ഇൻഡെക്സ് ഹെവി വെയ്റ്റ്സ് ലൈക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക് എക്സെട്ര. ആ ഒരു സമയം എത്തുന്നത് വരെ മൈ അഡ്വൈസ് വിൽ ബി വെയിറ്റ് ആൻഡ് വാച്ച്. കാര്യം മാർക്കറ്റിന്റെ കേസിൽ നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി ഇന്നും നാളെയൊക്കെ എക്സ്പെക്ട് ചെയ്യാം.